നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2024 മെയ് മാസം 22-ാം തീയതി, അതായത് 1199 ആണ്ട് ഇടവ മാസം 8-ാം തീയതി ബുധനാഴ്ച. ഇത് ബുധനാഴ്ചയാണ്. ഇന്ന് നക്ഷത്രം ശരിക്കും പറയുകയാണെങ്കിൽ ഇന്നത്തെ ജന്മനക്ഷത്രം നമുക്ക് എടുക്കുമ്പോൾ ചോതി നക്ഷത്രം എടുക്കാൻ പറ്റത്തില്ല, വിശാഖ നക്ഷത്രമേ എടുക്കാൻ പറ്റുള്ളൂ. കാരണം 7:48 തൊട്ട് രാവിലെ 7:48 തൊട്ട് ചോതി തീർന്ന് വിശാഖ നക്ഷത്രം ആരംഭിക്കും. അപ്പോൾ നമ്മളൊരു നക്ഷത്രം അന്നത്തെ ബർത്ത്ഡേ ആയിട്ട് നാളെടുക്കണമെങ്കിൽ 6 നാഴികയ്ക്ക് മുകളിലോട്ട് വേണം. 6 നാഴിക എന്ന് പറയുമ്പോൾ 2 മണിക്കൂർ 24 മിനിറ്റ് മിനിമം വേണം. അപ്പോൾ അന്ന് അത്രയും സമയം ഇല്ലാത്തത് കൊണ്ട് നമുക്കന്ന് ഇപ്പോൾ ആരെങ്കിലും നമ്മൾ വിശാഖത്തിൻ്റെ ഫലത്തെക്കുറിച്ച് പറഞ്ഞു പോകുമ്പോൾ പെട്ടെന്ന് അയ്യോ ഇന്ന് കലണ്ടറിൽ ചോതി നക്ഷത്രമാണല്ലോ ഇട്ടിരിക്കുന്നത്, എങ്ങനെ വിശാഖത്തെക്കുറിച്ച് പറഞ്ഞു, തെറ്റിച്ച് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ആളിലെല്ലാം വിളി തുടങ്ങും. അപ്പോൾ ഇന്ന് രാവിലെ കലണ്ടറിൽ ഇട്ടിരിക്കുന്ന നക്ഷത്രം ചോതിയാണ് എങ്കിൽ പോലും 7:49 തൊട്ട് വിശാഖം നക്ഷത്രം ആരംഭിച്ചു. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ എടുക്കുന്നവർ വിശാഖ നക്ഷത്രവും ബുധനാഴ്ചയുമായിട്ട് ഉള്ള ദിവസമാണ്, ശുഭദിവസമാണ്. ചോതിയായാലും നല്ല ദിവസമാണ്, നല്ല നക്ഷത്രമാണ്. അപ്പോൾ നല്ല നക്ഷത്രവും നല്ല ദിവസവും വന്നിരിക്കുകയാണ്. അപ്പോൾ ശുഭകാര്യങ്ങൾക്ക് ഏറ്റവും അനുകൂലപ്രദമായ ദിവസമാണ് ബുധനാഴ്ച. ബുധൻ എന്ന് പറയുമ്പോൾ പ്രവൃത്തികാരകനാണ്. എനിക്ക് പലരെയും അറിയാം, ഈ ഒരു ബിസിനസ് തുടങ്ങുമ്പോഴോ എന്തെങ്കിലും ശുഭകാര്യങ്ങൾ തുടങ്ങുമ്പോഴോ അവർ അന്നത്തെ നാളോ ഒന്നും നോക്കാറില്ല. ബുധനാഴ്ച കിട്ടുമെങ്കിൽ ആ ബുധനാഴ്ച എടുത്ത് അവരങ്ങ് സ്റ്റാർട്ട് ചെയ്യും. കാരണം ആ ബുധന് അവരുടെ ജീവിതത്തിൽ അവർ പല കാര്യങ്ങൾ ചെയ്തതിൽ സക്സസ് ആയതുകൊണ്ടാണ് ആ ദിവസം അവർ തിരഞ്ഞെടുക്കണേ. അത്രയ്ക്ക് ശുഭ ദിവസമാണ് ബുധനാഴ്ച. പ്രവൃത്തികാരകനാണ് ബുധൻ. ബുധനാണല്ലോ പ്രവൃത്തി, എല്ലാ പ്രവൃത്തിയുടെയും കാരകത്വം വഹിച്ച ഗ്രഹമാണ് ബുധൻ. അപ്പോൾ ബുധൻ്റെ ബന്ധം നിൽക്കുന്ന ദിവസമാണ് ജാതകപ്രകാരം ബുധനാഴ്ച. അപ്പോൾ ബുധനാഴ്ചയും ജാതക പ്രകാരം ആഴ്ചയിലെ ബുധനാഴ്ചയും വിശാഖ നക്ഷത്ര ഈ ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ഒരു വർഷത്തെ ഫലത്തെ നമുക്ക് ചിന്തിക്കുമ്പോൾ, വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് വളരെ പ്രാധാന്യമുണ്ട് ഒരു വർഷത്തെ ഫലം. അപ്പോൾ ബുധനാഴ്ച ബർത്ത്ഡേയും കൂടെ വന്നിട്ടുള്ള വിശാഖം നക്ഷത്രക്കാർക്ക് വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വർഷം ഭാഗ്യദായകം തന്നെയാണ്. ഉദ്യോഗമില്ലാത്ത ആളുകളാണെങ്കിൽ ഉദ്യോഗം ലഭിക്കും. ഉദ്യോഗത്തിൽ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഉദ്യോഗ കയറ്റം കിട്ടും. ഇല്ല, ഒരു ബിസിനസ്സോ എന്തെങ്കിലും തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുകൂലപ്രദമാണ്. ബിസിനസ്സുകൾ നടത്തിപ്പോകുന്നവർക്ക് അത് പുരോഗതി ഉണ്ടാവും. ഇങ്ങനെ പഠിക്കുന്ന കുട്ടികൾക്ക് വിദ്യാവിജയം, അല്ലാതെ അഡ്മിഷനൊന്നും കിട്ടാതെ ബുദ്ധിമുട്ടിയിരിക്കുന്നവർ, പുറത്തു പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒക്കെ അനുകൂലപ്രദമായ വർഷമായിരിക്കും നിങ്ങൾക്കെന്ന് അറിയുക. അതുകൊണ്ട് ബുധനെ കുറച്ച് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ കൂടുതലായിട്ട് പ്രീതിപ്പെടുത്താൻ വേണ്ടി ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ പോവുകയും കൃഷ്ണ ഭഗവാന് പാൽപ്പായസം തുളസിമാല അർച്ചനയൊക്കെ ഇന്നത്തെ ദിവസം ചെയ്യുക. അതുപോലെ ഭഗവതി ക്ഷേത്രത്തിൽ അടുത്തുള്ള ഭഗവതിയുടെ നടയിൽ പോയി ദേവിക്ക് അർച്ചനയും അതുപോലെ ശരിക്ക് പാൽപ്പായസമൊക്കെ നടത്തുക. ഇതൊക്കെ ഭാഗ്യദായകമായ അവസ്ഥയ്ക്ക് ഇടവരുത്തും. അതുപോലെ ഇന്നും ബുധനാഴ്ചയാണ്. നമ്മൾ ഓരോ കാര്യങ്ങൾ നല്ല ദിവസമെന്ന് ഞാൻ പറഞ്ഞു, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ രാവുകാലം നോക്കി യാത്ര ചിന്തിക്കുന്നത് നന്നായിരിക്കും. ഇന്ന് രാവുകാലം കലണ്ടറിൽ ഇട്ടിരിക്കുന്ന 12:01 വരെ എന്നാണ്. ഇപ്പോൾ 12 മണി 1:30 മണി 12 മണി മുതൽ 1:30 മണി വരെ അല്ല രാവുകാല സമയം. രാവുകാല സമയം ഇന്ന് വന്നിരിക്കുന്നത് 12:21 തൊട്ട് ആരംഭിക്കും. 1:55 വരെ രാവുകാല സമയമുണ്ട്. രാവുകാല സമയം പൊതുവെ ശുഭകാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് നന്നായിരിക്കും. പ്രത്യേകിച്ച് യാത്രയ്ക്ക് നല്ലതല്ല. അപ്പോൾ ശുഭകാര്യങ്ങൾ മൊത്തത്തിൽ മാറ്റേണ്ട 2 സമയങ്ങളാണ് ഗുളികനും യമകണ്ഠനും. 12 മണിക്കൂർ നേരം ഉണ്ടെങ്കിൽ പോലും, പകലുണ്ടെങ്കിൽ പോലും
3 മണിക്കൂറോളം സമയങ്ങൾ ഏറ്റവും പ്രകൃതിക്ക് നെഗറ്റീവായിട്ടുള്ള സമയങ്ങളാണ് ഗുളികനും യമകണ്ഠനും. അതിൽ ഗുളികകാല സമയം ഇന്ന് വരുന്നത് 10:47 തൊട്ട് 12:21 വരെയും 10:47 തൊട്ട് 12:21 വരെയും. യമകണ്ഠ കാല സമയം വരുന്നത് 7:40 തൊട്ട് 9:14 വരെയും. ഈ സമയം ശരിക്കു പറഞ്ഞാൽ ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. എത്ര നല്ല ദിവസമാണെങ്കിൽ പോലും ആ സമയം അനുകൂലപ്രദമായ സമയം അല്ല. അഭിജിത്ത് മുഹൂർത്തം എടുക്കുമ്പോൾ 11:57 തൊട്ട് 12:45 വരെയാണ്. അതിൽ 12 മണി ശരിക്ക് രാവുകാല സമയം. ആ സമയത്ത് 12:21 തൊട്ട് രാവുകാലം കയറി വരികയാണ്. അപ്പോൾ അത് രാവുകാലത്തിന് മുമ്പ് അങ്ങനെ അഭിജിത്ത് മുഹൂർത്തം എടുത്ത് ചെയ്യണം എന്നുള്ളവർ 11:57 12:21 എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊള്ളുക. അതുപോലെ വസ്ത്രധാരണം നടത്തുമ്പോൾ ഇന്ന് പച്ച വസ്ത്രം, പച്ച കളറിലുള്ള വസ്ത്രധാരണം നമ്മളെ ഡ്രസ്സിൽ പച്ച കളറും കൂടി ഉൾപ്പെടുത്തി പോകുന്നത് നന്നായിരിക്കും. അത് ഫുൾ പച്ച ധരിക്കണമെന്നല്ല, പച്ച കളർ കൂടി ഉൾപ്പെടുത്തുക. അല്ലെങ്കിൽ കർച്ചീപ്പായിട്ടെങ്കിലും പച്ച കളറ് കയ്യിൽ കരുതുക. അത് പ്രകൃതിയിൽ നിന്ന് ബുധൻ്റേതായ പോസിറ്റീവ് പവർ നമ്മളിലേക്ക് കയറ്റിക്കൊണ്ടുവരാൻ സഹായിക്കും. അങ്ങനെ എല്ലാ പേർക്കും ബർത്ത്ഡേ വന്നിട്ടുള്ളവർ മാത്രമല്ല ഇന്നത്തെ ദിവസം ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.